അത് പശു പ്രസവിച്ചോളേ. ലൈറ്റും കണ്ടിന് ആളെ ഒച്ചയെല്ലാം കണ്ടിന്. അതാണ് ലൈറ്റ്. ഞാൻ രാത്രിക്കെല്ലാം വരണമെന്ന് വിചാരിച്ചു, പിന്നെ ഇതായിട്ടില്ല. അതിന് വൈകുന്നേരം ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അതെ അല്ലേ, ഒരു 10-10 ആകുമ്പോ 11 മണിയാകുമ്പോ പറ്റിനി. എന്നാ കുട്ടി എന്നാ കടിച്ചു തന്നെ. മതിയാ. ഇതാ ഇവിടെ നിക്കുന്ന കിടക്കുന്നുണ്ട്, എണീക്കുന്നില്ല. മടിച്ചാൻ തോന്നല്ലേ? മടിച്ചു തന്നെ നേരത്തെ. അതെ അല്ലേ, ഞാനായിട്ട് രാവിലെ വരണം. എനിക്ക് നേരം കിട്ടായിട്ടാണ്, സമയം കിട്ടാതുകൊണ്ട്. പിന്നെ നല്ല വൃത്തിയില് പൈപ്പ് ഇട്ടിട്ട് അടിച്ചു കളയണേ. വൃത്തിയാക്കണം. ഓ, ഒരു മടിച്ചായിട്ടാണ് അവിടെ കടന്നിനി. കാണില്ലേ, എണീറ്റില്ല. എണീപ്പിക്കറ നടക്ക പേടിയാന്ന്. കുളിപ്പിക്ക നല്ല വൃത്തിയിൽ വെള്ളം വെച്ചിട്ട് ചൂടുവെള്ളത്തിലാ. ചൂടുവെള്ളത്തിൽ നല്ല വൃത്തിയിൽ കുളിപ്പിച്ച് ആക്കണം. കറക്കാൻ എന്തിനാന്ന് പറയുന്നേ? അത് പാലില്ലേ, കറന്ന് കളയണം. ഓ അതെയാ. ഇപ്പൊ കുട്ടി ഇത്രപ്പടിയിലെ കുടിക്കൂലൂ. അകിടി വീങ്ങിട്ട് നോക്കറാ. അത് കറന്ന് കണ്ടിട്ടില്ല, പിന്നെ വണ്ണം വെച്ചതിന് പൈ വരും, പിന്നെ തൊടാനാവൂല. ഓ, അതുകൊണ്ടാ കറന്ന് കളയുന്നേ. അതുകൊണ്ടാ കറന്ന് കളയുന്നു. ഞാൻ വിചാരിച്ചു ഇന്നലെ പ്രസവിച്ചിട്ട് ഇന്ന് കറക്കാൻ നോക്കുന്നു. അതെ, അത് കറന്ന് കളയണം. കുത്തൊന്നും ചെയ്യില്ലാന്നല്ലേ? ഇല്ലപ്പാ, കുത്ത്. നല്ല കുത്ത് ഓർത്തൂല. അത് ഞാൻ ദൂരെ നിൽക്കുന്നു, കാണില്ലേ? ഓരഞ്ചോളം നോക്കുന്നില്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെ. അതിനെ കഴിച്ചോട്ടല്ലേ ഞാൻ ശരീരത്ത് പോയിക്കൂടാ. നോക്കുന്നുണ്ട് അത്. കാല് വീങ്ങിട്ടാണ്, അത് ഏത് പശുക്കൊക്കെ അങ്ങനെയാണ്. അത് വീങ്ങിട്ടുണ്ട്, ഇതിലേക്ക് നീരാണ്. നീര് വെക്കണം, വെള്ളം അടിച്ചിട്ട്. കുത്തിക്കളഞ്ഞ് തട്ടിപ്പോയെങ്കിൽ രക്ഷമല്ലേ? പയ്യെ നോക്കുന്നില്ല, ഇങ്ങനെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഇത് കറന്ന് കളയണം. പാലിന് 30 ഉറുപ്പ്യ. ഇത് ചവിട്ടുവപ്പല്ലേ? നല്ല വേദന ഉണ്ടാവും. അതെല്ലേ, നിറഞ്ഞ പാലല്ലേ, അതിന് ഇത്രയിലെ കുടിക്കാൻ വരും. കുട്ടിയല്ലേ, കല്ലിപ്പ് കറന്ന് ആക്കിയിട്ട് വേണം ഒരു പദം പെരണ്ടിക്കല്ലേ. എന്നാലും ആ കുട്ടിക്കും കുടിക്കാൻ കഴിയില്ല. ഇതിങ്ങനെ വായി കൊണ്ടുപോകുമ്പോ ഒരായാലും അതിനും കുടിക്കാൻ കഴിയില്ല. ഉറപ്പുണ്ട് അല്ലേ? കൊമ്പ് കാണുമ്പോ കൊമ്പിന്റെ ഉള്ളിൽ ആളൊക്കെ ഇട്ടു. അങ്ങനത്തെ സാധനം അത് ഇങ്ങനെ ആക്കിട്ടാ കാണാൻ നല്ല രസമുള്ള ഒരു കൊമ്പ്. തയ്യലുണ്ടെങ്കിൽ അതിനെ രണ്ട് തിരുക്കളി വെച്ചിട്ട് കളയും. അല്ല, അല്ലാതെ അവര് എന്തോ ഇങ്ങനെ കുത്തനെ പോലെ അത് അങ്ങനെ നല്ല നല്ല ഒരു വളഞ്ഞിട്ട് ഇങ്ങനെയുള്ള വളഞ്ഞിട്ടുണ്ട്. അന്നെ തന്നെയാ നോക്കുന്നത്. നോക്കാം, ഇവളെ വന്നേന്ന് നോക്കാൻ നല്ല നോക്കുന്നത്. ഞാൻ വെറുതെ വന്നെയാന്ന്. നിന്റെ കുട്ടീനെ കാണാൻ വന്നെയാന്ന് കേട്ടാ. കുട്ടീനെ ഒന്നും ചെയ്യില്ല കേട്ടാ. ഞാൻ കുട്ടീനെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നെയാണ്. വേദന ഉണ്ടാവൂലല്ലേ? മനുഷ്യനെ പോലെയല്ലേ? മനുഷ്യന് പറയാൻ കഴിയുന്നില്ല. പിന്നെ കണ്ണില് വെള്ളം നിറഞ്ഞിട്ട് നോക്കറാ. നല്ല വേദനയുണ്ടാവും. കിടക്കുമ്പോന്നൊരു സുഖമില്ല. ഇതിങ്ങനെ പ്രസവേദനായിട്ട് നമ്മളല്ല അത്ര ഇത്. ഇവര് ഒരാളോട് പറയാണ്ടല്ലേ സഹിക്കുന്നു. കുട്ടി അല്ല അന്ന് തന്നെ ഇത് വേഗം നടക്കും. അതെല്ലേ, അതിന് നക്കി പ്രസവിച്ച പാട് എല്ലാം നക്കി ആറ്റി വൃത്തിയാക്കി അപ്പാട് എണീക്കും. പ്രസവത്തിലേ ഇത് കാഴ്ച കൊടുക്കലാണ് ആയതേ. അതുകൊണ്ട് ഇങ്ങനെ ഇനിയിങ്ങോട്ടല്ലേ നടക്കുന്നത്. ഇങ്ങനെ ആടുതൊട്ടിൽ നാടും പോലെ ഉണ്ടാവും. നല്ല ഇതല്ലേ.
ഇത് പ്രസവാന്നൊന്നും മാസേതാന്നൊന്നുമില്ല, ഓടലാണ്, കഴിച്ചളിക്കാ പാച്ചലായി. ഇതിന്റെ ഒന്ന് കുളമ്പ് കടിക്ക് നമ്മൾ ഇങ്ങനെ പറയുമ്പോ പറഞ്ഞു നിൽക്കുന്നത് നമ്മൾ നുള്ളണം. അതെല്ലേ? ചില ഇപ്പൊ ഇപ്രാവശ്യം ഇന്ന് പയ്യെല്ലാം കടിച്ചിന്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസവത്തിന് ഞാൻ നുള്ളു അതിന്. അതെല്ലേ? ഒരു എഴുന്നേന്റെ മുള് പോലെയാ ഉണ്ടാവുക. ഒരു പിള്ളേർ പോകാൻ പറയാം ഇതിന്റെ കുളമ്പ് അങ്ങനെ പറയുന്നില്ല, അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം കടിച്ച്. നല്ല വൃത്തി ചൂടുവെള്ളം വെച്ച് നല്ല വൃത്തി കഴിക്കണം. എളുപ്പത്തിന്റെ വെള്ളം വെച്ചിട്ട് എന്നുവെച്ചാല് ഇന്നലെ പ്രസവിച്ച പാടുള്ളതല്ലേ, എല്ലാം ആലെല്ലാം വൃത്തികേടായിട്ടില്ല ഉള്ളേ. എല്ലാം വൃത്തിയാക്കി 2 നോട്ടാക്കി. ഇത് വേണ്ടി പോകുന്നില്ലല്ലോ ഇവിടുന്ന്, പുറത്തിരിക്കാനായിട്ടില്ല. നമ്മള് തൊടുന്നു വിചാരിച്ചിട്ട് നോക്കറ, അച്ഛന്റെ കണ്ണ് നോക്കറ, നമ്മളെ തന്നെ നോക്കുന്നു. എന്നെ നോക്കുന്നുണ്ടാ. ഞാനൊന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടാ, ഞാൻ ഇങ്ങനെ തടുവയിന്നേ. അതാ നോക്ക് നോക്കറ. ഒരു എന്തോ ഒരു കണ്ണ് കണ്ണ് നോക്കിട്ട് ഞാനിട്ടില്ല. 12 മണിക്ക് സംഗീത ദിവസം വന്നിട്ടില്ലെങ്കിൽ ആ സംഗീത ദിവസം വരുമ്പോ അത് നോക്കും. അതിൽ കണ്ടില്ല പീരിയസ് ആയിക്കോട്ടെ വരില്ലെങ്കിൽ മെയ്തും പറയുമ്പോണ്ട്. അല്ല അതുകൊണ്ടല്ലേ നിങ്ങളെ നോക്കിയാട്ടെ നമ്മളിപ്പൊ നോക്കുമ്പോ ഇതാകുന്നില്ല, നിങ്ങൾ അനങ്ങാണ്ട് നിൽക്കുന്നതാണില്ലേ അത്. ഞാൻ ആന്ന് പറഞ്ഞ പാടി നോക്കൂ. ഇങ്ങനെ നോക്കുന്നു. ഞാൻ ഇതിനെ തൊടുന്നുണ്ട് വിചാരിച്ചിട്ടാന്നമ്മോ, ഞാൻ തൊടുന്നൊന്നുമില്ല കേട്ടാ. ഇതാ ഞാനിങ്ങ് പോയി. നിന്റെ കുട്ടീനെ ഞാൻ തൊടുന്നേ ഉള്ളൂ കേട്ടാ, ഞാനിങ്ങ് പോയി കേട്ടാ. ആ മണ്ണ് നക്കുന്നതാണേ. പാല് കുടിച്ചു കൊണ്ടുവരണം. ആ മണ്ണ് നക്ക് നോക്കറാന്നിട്ട് ഇതാ കാണിക്കുമല്ലോ. കൃഷ്ണൻ മണ്ണ് വന്നിട്ടില്ലേ? അതന്നെയാണ് കൃഷ്ണന്റെ അവതാരല്ലേ. ഓടക്കൂടി വിളിക്കുമ്പോ കൃഷ്ണപ്പാട്ട് വായിക്കുമ്പോ കുറച്ചൊക്കെ കൃഷ്ണപ്പാട്ട് വായിച്ചോ, അന്നേരം പൈക്കുക എണീറ്റ് ചെവി ഇങ്ങനെ. അതെ, അങ്ങനെ തന്നെയല്ലേ പണ്ടെല്ലാം പറയുന്ന കേൾക്കുന്നു. ഇങ്ങനെ ചുമരിങ്ങനെ നക്കിട്ട് ഞാനിങ്ങ് പോയേ. പശുവോടാ പറഞ്ഞില്ല നിന്നോടല്ല, ഞാനിങ്ങ് എന്നെ തന്നെ നോക്കുന്നു. ഞാനിങ്ങ് പോയി. നിന്റെ കുട്ടീനെ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. അതാ ആ മൂലക്കന്നെ അതാ ആക്കിയിട്ട് ഇങ്ങ് പോയി. ഇന്നലെ എന്നാ കേട്ടെന്ന് വെച്ചിട്ടാണ് ഓടി വന്നു ഞാൻ.